എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ വളരെ ദുഃഖകരമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ എംപിയും വലിയൊരു കോൺഗ്രസ് നേതാവുമായ കെ സുധാകരൻ്റെ ചില പ്രവർത്തന ശൈലിയെക്കുറിച്ചാണ്. സങ്കടമുണ്ട്. വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ. കോൺഗ്രസും കോൺഗ്രസ്സില്ലാത്ത മറ്റു പലരും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം ഈ കാണിച്ച ഒരു പ്രവൃത്തി വളരെ മോശമായിപ്പോയി. വളരെ സമൃദ്ധമായ രീതിയിൽ ആഭ്യന്തരമന്ത്രി തുടക്കം കുറിച്ച തുഫാൻ ഓപ്പറേഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. കോടി ജനങ്ങൾ അതിനെ സസന്തോഷം സ്വീകരിച്ച് അതിന് വേണ്ട പ്രചോദനം കൊടുക്കുമ്പോൾ കുറേ ഗുണ്ടാ ആൾക്കാരെയും കൂട്ടി അതിൻ്റെ പ്രവർത്തനത്തിന് ശക്തി കൂട്ടാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിലുണ്ടായിരുന്ന ഒരു ഗുണ്ട ഒരു ബാറിൽ കടി ഒരു വൃദ്ധനെ മൃഗീയമായി ദേഹോപദ്രവമേൽപ്പിച്ചു. സംഭവം ഇതിനോട് ചേർന്ന് വായിക്കേണ്ടതാണ്. ശ്രീ കെ സുധാകരന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്ന് നാം ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. ആഭ്യന്തരമന്ത്രിയോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് അന്വേഷണ സംഘങ്ങളോ യാതൊന്നുമില്ലാതെ കുറച്ച് ആൾക്കാരെ കൂട്ടി തൂഫാന് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ടി എല്ലാ ഇൻഫർമേഷനും കൊടുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു സംഗമം അത് ചീറ്റിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ മാന്യത കൽപ്പിക്കുന്ന ഒന്നായിപ്പോയി. ദയവ് ചെയ്ത് കെ സുധാകരൻ, താങ്കൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ദയവ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് 10 വർഷം ഉള്ള പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചതിന് ശേഷമാണ്, അത് കണ്ടറിഞ്ഞതിന് ശേഷം, അത് മതിരിച്ചതിന് ശേഷമാണ് കോൺഗ്രസ്സിന് ജനം ഒരു ഭരണ ദൗത്യം നൽകിയത്. ഇതുവരെയായിട്ട് ഈ നിമിഷം വരെയും അവർ നല്ല രീതിയിലാണ് എൻ്റെ ഭരണം കാഴ്ചവെക്കുന്നത്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറായ മിസ്റ്റർ കെ സുധാകരനിൽ നിന്നുണ്ടായത് ഒരു വലിയൊരു വീഴ്ചയായിപ്പോയി. അത് വീഴ്ചയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒന്നായിപ്പോയി. ഈ ഒരു എങ്ങനെ ഈ ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി? ഗുണ്ടകളെ ഒന്നിച്ചുകൂട്ടി ഗുണ്ട പണികൾ മാത്രം ചെയ്യുന്നവരെ ഒത്തുകൂടി ഓപ്പറേഷൻ തൂഫാന് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ടെന്ന് പറയില്ല. ആ ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമായിട്ടാണ് പബ്ലിക്കിന് അതിനെ കാണാൻ പറ്റൂ. ഒരു ആഭ്യന്തരമന്ത്രി പോലും അറിയിക്കാതെ ഈ കാണിച്ച പ്രവൃത്തി വളരെ മോശമായിപ്പോയി. പത്രക്കാരുടെ മുന്നിൽ പത്രക്കാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടക്കുമ്പോൾ ഇനിയിപ്പോൾ ഉള്ള ചോദ്യങ്ങൾ പത്രക്കാർക്ക് ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത കെ സുധാകരൻ്റെ പ്രവൃത്തി ശരിക്കും കോൺഗ്രസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും കോൺഗ്രസ് പ്രവർത്തകരുടെ മുകളിൽ ചെളി വാരി എറിയുന്ന ഒരു സംവിധാനമായി പോയി. ഇനിയെങ്കിലും കെ സുധാകരനോട് പറയാനുള്ള, താങ്കൾ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തീരുമാനിച്ച് പാർട്ടിക്കാരുടെയും ഒരു സമ്മതത്തോടു കൂടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തില്ല. ഒത്തിരി ചിന്തിക്കാതെ ഉള്ള എന്തും ആര് ചെയ്താലും അതെപ്പോഴും ബാക്ക് ഫയർ ആകും എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും സംഭവിച്ചു. ശ്രീ കെ സുധാകരൻ
ഇനിയെങ്കിലും താങ്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തങ്ങളുടെ സഹപ്രവർത്തകരോട് പാർട്ടിക്കാരോട് ഒക്കെ ഒന്ന് സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്ത് എന്ത് ചെയ്താലും നിങ്ങൾ ഒറ്റപ്പെടില്ല. ഞാനിപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നില്ല, പക്ഷേ ഒറ്റപ്പെടലിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. പബ്ലിക്കിനൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അതിന് സമാന്തരമായ മറ്റൊരു ഗുണ്ടകളുടെ സംഗമത്തിന് നേതൃത്വം കൊടുത്ത് അവരെ ഈ ഓപ്പറേഷൻ തൂഫാനിൽ സഹായിക്കാമെന്നുള്ള വേചന ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ പെട്ടവർ ഈ പറഞ്ഞിടത്തോളം ഏറ്റവും കൂടുതൽ ക്രിമിനൽ ലിസ്റ്റുകളിലുള്ളവരാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത്, ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അതുകൊണ്ട് അത് ഇനിയെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ പെടാതിരിക്കാൻ MP, അതിലുമുപരി ഒരു സീനിയർ മെമ്പറായ കോൺഗ്രസ് നേതാവായ താങ്കളിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. താങ്കൾ അങ്ങനെ ഇതുവരെ ആയിട്ടുള്ളൂ. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയില്ല. ആരെങ്കിലും താങ്കളെ കെണിയിൽപ്പെടുത്തിയാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് താങ്കളൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. കോൺഗ്രസിനും ഭരണകക്ഷിക്കും എല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും താങ്കൾ ശ്രമിക്കും. താങ്കളതായിരുന്നു. എന്നാൽ ഈ സംഭവിച്ചത് ഒരിക്കലും താങ്കളുടെ ഭാഗത്തുനിന്നും ആരും പ്രതീക്ഷിച്ചതല്ല. ഇനിയുള്ള താങ്കളുടെ പ്രവർത്തനം കോൺഗ്രസ്സിന് ഗുണകരം ആയിരിക്കണം. അതുതന്നെയായിരുന്നു താങ്കൾ മുൻകാലങ്ങളിലും ചെയ്തത്. ഇനിയും ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.